ഹലോ വെൽക്കം ടു ലിവിംഗ് ഡിജിറ്റൽ. ഇന്ന് ഞാൻ സാംസങ്ങിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 5G ഫോൺ പരിചയപ്പെടുത്താം. സാംസങ് ഗാലക്സി F06. സോ അടുത്തിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 7,999 ആയിരുന്നു ഇതിന്റെ പ്രൈസ്. അതിന്റെ കൂടെ ഒരു 29 റുപ്പീസ് അവർക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ചാർജസ്. സോ അറൌണ്ട് 8,028 റുപ്പീസിന് ഇങ്ങനെ ഒരു ഫോൺ കിട്ടി. സോ 8,000 റുപ്പീസ് റേഞ്ചിൽ നിങ്ങൾ ഒരു 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഫോണ് ഇത് തന്നെയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നെയുള്ളത് റെഡ്മി A4 ആണ്. റെഡ്മി A4ലെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് അല്ല. ഇതിൽ അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ടഡ് ആണ്. സോ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. കണ്ട, ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ച സാംസങ് ഫോണുകളും ഏതാണ്ടൊക്കെ ഇത്രയും സ്ലിം തന്നെ ആയിരുന്നു. ബട്ട് സാംസങ് ക്രമേണ ഓരോരോ സാധനങ്ങൾ ഇതിന്റെ ബോക്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചാർജർ ഒന്നുമില്ല. ബട്ട് ഒരു 8,000 റുപ്പീസിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫോൺ നൽകുമ്പോൾ, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഫോൺ നൽകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ചാർജർ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഫീച്ചർ ഫോണുകളിൽ പലതിലും ഇപ്പോഴും സാധാരണ USB Type B ആണ് വരുന്നത്. സോ Type C ചാർജർ കയ്യിലില്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇതിൽ തന്നെ ഒരു ചാർജർ കിട്ടിയാൽ കൺവീനിയന്റ് ആയിരിക്കും. ഇതിൽ 25 വാട്ട്സിന്റെ ചാർജർ സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഇവർ നമുക്ക് ഒരു കേബിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഫോണിന്റെ കനത്തിലെ ഈ സാധനമുള്ളൂ. അപ്പോൾ ഇത് സൂക്ഷിച്ച് പിടിക്കണം. ഇവിടെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് സൈഡിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൽ ഫോൺ നിൽക്കുന്നത്. ഇതിൽ ഫോൺ മാത്രം, വേറൊരു സാധനമില്ല. ഓക്കെ, ഒരു പേപ്പർ കവറിൽ. ഈ പേപ്പറിൽ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് ഗൂഗിൾ പിക്സലാണ്. സോ ഇത് ഓപ്പൺ ചെയ്താൽ ഇതാണ് സാധനം. ഓക്കെ, ഇത് 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് ഈ ഒരു ബ്ലൂ കളറും പിന്നെ ഒന്ന് പേർപ്പിൾ കളർ. പേർപ്പിളാണ് ഞാൻ നോക്കിയത് ആക്ച്വലി, പക്ഷേ പേർപ്പിൾ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതെടുത്തു. ഓക്കെ, സൈഡിൽ ഇവിടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇത് തന്നെയാണ് പവർ ബട്ടന്. മേലെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഈ സൈഡിലൊന്നുമില്ല, സിം ട്രേ മാത്രമാണ്. പിന്നെ താഴെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. Type C പോർട്ട് ഉണ്ട്, സ്പീക്കർ ഉണ്ട്, മൈക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഓൺ ആക്കിയതാണ്. നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് നോക്കാം. 1 സെക്കൻഡ് ഡിലേ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് പല ഫിംഗേഴ്സ് വെച്ചിട്ട് ഒരു ഫിംഗറിൽ വെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് റീഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ഡിലേ ആണ്. അതല്ലെങ്കിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല. സാധനം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൽ റീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 8,000 റുപ്പീസിന് ഇത് ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ തരുന്ന ഒരു ഫോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ ഈ സൈഡ് കണ്ടാൽ ഒരു അലുമിനിയം പോലെ ഫീൽ ചെയ്യും. ഒരു സ്ക്വയർ ആയിട്ടാണുള്ളത്. എന്താ ഇത് ശരിക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ഫോണിലൊക്കെ കാണുന്ന ഒരു ഫീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് പുറത്തുനിന്നുള്ള ഒരു അപ്പിയറൻസിൽ ഇതായി ഒരു ബാക്കിലെ ഇത് ക്യാമറ കണ്ടാൽ മാത്രമാണ് ഇതൊരു സാധാരണ ഫോണാണെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇത് എല്ലാം കൊണ്ടും കുറച്ചൊരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഡിസൈനാണ് ഇതിലുള്ളത്. സോ ഇനി ഈ ഫോണിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതിൽ 50 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉണ്ട്. വീഡിയോസ് ആണെങ്കിൽ 1080 30 FPS വരെ സപ്പോർട്ടഡ് ആണ്. പിന്നെ മീഡിയ ടെക്കിന്റെ 6300 ഡിമെൻസിറ്റി പ്രോസസ്സറാണ് ഇതിലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ്. 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ 25 വാട്ട്സിന്റെ ചാർജർ വരെ സപ്പോർട്ടഡ് ആണ്. ഇതിൽ ചാർജർ ഒന്നും കൂടെ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ ഓണാക്കി നോക്കിയാൽ കുറച്ച് വോളിയത്തിലൊക്കെ, അത് വോളിയല്ല. സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. ഞാൻ AI+ൽ സൗണ്ട് ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ സൗണ്ട് ക്വാളിറ്റി മോശമല്ല. ഇത് നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഈ സ്പീക്കറിന് തരാൻ കഴിയുന്നത്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഞാൻ നോക്കിയിരുന്നു. ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. അത്യാവശ്യം 5000 mAh നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 1 ഡേയിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. സോ തിരക്കിടില്ലാത്ത ഒരു യൂസിന് അത് ഓക്കെയാണ്. പിന്നെ 6.7 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇത് ഫുൾ HD ഒന്നുമില്ല, സാധാരണ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ 1 UI 7 ആണ്. അതാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ കാണിക്കാം. 06 ഫോണ് 1 UI 7ലാണ്
വന്നിട്ടുള്ളത്. സോ വൺ UI 7 കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തിങ് നമ്മൾക്ക് ഇവിടെ ഇതിങ്ങനെ ഐക്കൺസ് ഇതാ ഇങ്ങനെ സിംഗിൾ പേജിലാണ് വരുന്നത്. അതെങ്ങനെ മാറ്റുകയെന്ന് വെച്ചാൽ ഇതാ ഇവിടെ സോർട്ട് ബൈ കസ്റ്റം ഓർഡർ കൊടുത്താൽ നോർമലി ഉള്ള സാംസങ് ഫോണുള്ള പോലെ തന്നെ വരും. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ സോർട്ട് ബൈ ആൽഫബറ്റിക്കൽ കൊടുത്താൽ ആൽഫബറ്റിക്കൽ നേരത്തെ മറ്റേ മോഡൽ പേജുകളായിട്ട് വന്നിരുന്നത്, അതിപ്പോൾ ഇല്ല, ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഇതാവും എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആവുക, കാരണം ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ഇവിടെ ഒരു താഴെ ഒരു പോപ്പപ്പ് താഴെ മേലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഡൈനാമിക് ഐലൻഡ് പോലെ ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് വൺ UI 7 പ്രധാനമായിട്ട് വന്ന മാറ്റങ്ങൾ. സോ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ ഓടുന്ന അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ഫോണാണ്. പിന്നെ ഗെയിംസ് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ വലിയ ഗെയിംസ് ഒക്കെ നമ്മൾ BGMI പോലത്തെ ഗെയിംസ് ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടൊക്കെ കളിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ കുറച്ച് ഒരു 60 FPS അല്ലെങ്കിൽ 40 FPS പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ പറ്റും. ഞാൻ എന്തായാലും മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഫീല് കിട്ടാറുള്ളത് എപ്പോഴും പ്ലേ സ്റ്റേഷനിൽ കളിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്യാമറ ക്വാളിറ്റി കാര്യങ്ങൾ കുഴപ്പമില്ല. ഈ ഒരു പ്രൈസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, അല്ലാതെ എടുത്താണ് കേട്ടോ. ക്ലാരിറ്റി ആയിട്ട് നോക്കും. അക്സെപ്റ്റബിൾ എന്ന് പറയാൻ പറ്റിയ ഒരു ക്ലാരിറ്റി ഉണ്ട്. ബാക്ക് ക്യാമറ കുഴപ്പമില്ല, പിന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റി ഒന്നും പറയാനില്ല, കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റി. പിന്നെ എന്തായാലും ഒരു എൻട്രി ലെവൽ 5G ഫോൺ, നിങ്ങളൊരു 4G ഫോണിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ഫോൺ വാങ്ങിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു എക്സാം ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻസിനൊക്കെ ഒരു ഫോൺ വേണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ബജറ്റ് ഒരു 10,000 ഉള്ളിലാണ് എന്നുണ്ടെങ്കിലൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിലെന്തായാലും ഗ്രീൻ ലൈൻ വരാൻ പോകുന്നില്ല. ഗ്രീൻ ലൈൻ വരിക LED സ്ക്രീനിലാണ്. ഇത് IPS LCD ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് 4 കൊല്ലം കൊണ്ടു കിടക്കാം. 4GB 64 ആണത്. അതിൻ്റെ 4GB 128 ഉണ്ട്. അതിന് 1000 rupees കൂടുതലാണ്. സോ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഫോൺ സാംസങ് എന്ന് പറയുമ്പോൾ സാംസങ്ങിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ആ ഒരു സാംസങ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് വേണം. അതിൽ ഈ One UI എസ്പെഷ്യലി One UI ആണ്, അതും One UI 7 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണ് ഈ F06. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. So anyways, that's all for this video. Thanks for watching.